നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യവുമായി തലാലിന്റെ സഹോദരൻ രംഗത്ത്. മധ്യസ്ഥതയ്ക്കോ ഒത്തുതീർപ്പിനോ ഇല്ലെന്നും വ്യക്തമാക്കി അറ്റോർണി ജനറലിന് കത്തയച്ചു. ജൂലൈ 16 ശിക്ഷ മാറ്റിവെച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ കത്താണിത്. സ്വാതി സന്തോഷ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, ഈ തലാലിന്റെ ആവശ്യം നേരത്തെയും ഉള്ളതാണ്, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു നിയമ സംവിധാനമാണല്ലോ. അവിടെ ഈ വ്യക്തിക്ക് അവിടെ പ്രത്യേകമായ അധികാരം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതാനാവില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും പുരോഗമിക്കുന്ന ഘട്ടത്തിലും ഈ തലാലിന്റെ സഹോദരൻ ഇതിന് എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതിപ്പോ രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ളൊരു എതിർപ്പുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. ഇപ്പോൾ അറ്റോർണി ജനറലാണ് ഇത് സംബന്ധിച്ചൊരു കത്ത് അയച്ചിട്ടുള്ളത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിധി പുറപ്പെടുവിച്ചിട്ട് 10 മാസത്തിലധികം കഴിഞ്ഞിട്ടും ഇപ്പോഴും വിധി നടപ്പിലാക്കാത്തതിൽ ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ്. അത് കുറ്റവാളിക്കെതിരെയുള്ള തങ്ങളുടെ നിയമപരമായ പ്രതികാരാവകാശം വിട്ടുകിട്ടിയിട്ടില്ല, മാപ്പ് നൽകിയിട്ടില്ല തങ്ങൾ ഇതുവരെയും. കൂടാതെ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും കഴിയുന്നില്ല. അത്തരത്തിലൊന്നും ഒരു ചർച്ചയ്ക്കോ മധ്യസ്ഥ ചർച്ചയ്ക്കോ തങ്ങൾ തയ്യാറല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാണിച്ചുള്ളത്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഈ വധശിക്ഷ നടപ്പിലാക്കണമെന്നും പുതിയ തീയതി നിശ്ചയിക്കണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാലതാമസം ഒഴിവാക്കണം, പെട്ടെന്ന് അത് എത്രയും പെട്ടെന്ന് പുതിയ വിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാണ് ഇപ്പോൾ കത്തിൽ ആവശ്യപ്പെട്ടുള്ളത്. ഈ മോചനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യമൻ സർക്കാർ തന്നെ ഈ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോഴും ഈ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് തലാൽ ഈ വിഷയത്തിൽ വീണ്ടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഷമീം, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.